ആർട്ടിസ്റ്റാണ്. എങ്ങനെയുണ്ട് അനിയനെന്ന രീതിയിൽ ഒരു ആക്ടർ എങ്ങനെയുണ്ട് രാജേന്ദ്രൻ? ഭയങ്കര റിയലി പ്രൗഡ് ഓഫ് ഹിം. കാരണം നമ്മൾ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചാലും ഉള്ളിലുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യണമെന്നൊരു ഭയങ്കരമായ ഇനിയും കൂടുതൽ ഒരുപാട് പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കരമായ ഒരു മെമ്പർ ഉണ്ടായിരുന്നു. അത് ശരിക്കും സിനിമയിലെ പെർഫോമൻസ് ആണെന്ന് പറയാം. കാരണം അത്രയും കഷ്ടപ്പെട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും പേഷ്യൻ്റായിട്ട് ശരിക്കും ഒരു ആക്ടറിൻ്റെ ലൈഫിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു കഥാപാത്രം വരുന്ന ചേരില്ല. പക്ഷേ ആസ് എൻ ആക്ടർ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ക്യാരക്ടർ ഫോർ പൃഥ്വി ആൻഡ് ഹീസ് ഡൺ ദ ബെസ്റ്റ് വാട്ട് ഹി ക്യാൻ ഫോർ ദിസ് ഫിലിം ആൻഡ് ദ ക്യാരക്ടർ. ഇതിനകത്ത് പൃഥ്വിയുടെ ഒരു സീനുണ്ട്, ഒരു ഡ്രസ്സ് അയക്കുന്ന ഒരു സീൻ. പക്ഷെ എനിക്ക് പ്രേക്ഷകരുടെ രീതിയിൽ അത് ഭയങ്കരമായിട്ട് ഉള്ളിൽ. അപ്പോൾ ഈ കൂടെ പറക്കുന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ കണ്ടത്? ഡ്രസ്സ് കഴിക്കുന്ന സീൻ മാത്രമല്ല, അങ്ങനെയല്ല, അത് ജസ്റ്റ് ആ ഒരു സീനിൽ എല്ലാ സീനുകളും നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബ്ലസ്സി സാറ് കൺഗ്രാജുലേഷൻസ്. ബ്ലസ്സി സാർ ഓൾസോ ഒരു വണ്ടർഫുൾ ഫിലിം. നമുക്കും നമ്മുടേതായ ഒരു റെവനൻ്റോ അല്ലെങ്കിൽ കാസ്റ്റവേ ഉണ്ടോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ മലയാളത്തിൽ ഓസ്കാർ നമ്മൾ പ്രതീക്ഷിക്കണോ ചേട്ടാ? അത് നമ്മുടെ കയ്യിലല്ലല്ലോ. നല്ലൊരു സിനിമ നമ്മൾ ചെയ്തു, ബാക്കിയെല്ലാം